ഓവർ ഹീറ്റായി ഒരുപാട് വണ്ടികൾ വഴിയിൽ കുടുങ്ങുന്നുണ്ട്. ഓവർ ഹീറ്റിൻ്റെ വീഡിയോ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവർ ഹീറ്റായി ഇരിക്കുന്ന സമയത്ത് റേഡിയേറ്ററിലേക്ക് നമ്മൾ എങ്ങനെയാണ് കൂളൻ്റോ വെള്ളമോ ഫില്ല് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇതൊരു ഓവർ ഹീറ്റ് കംപ്ലൈൻ്റ് ആണ്. കണ്ടോ, അവിടെ കൂളൻ്റ് ലീക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഓവർ ഹീറ്റ് കേസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വർക്ക്ഷോപ്പ് വരെ സേഫായിട്ട് എത്തും. ഈ ഓവർ ഹീറ്റായത് നമുക്ക് മനസ്സിലായി. വണ്ടി ഇപ്പോൾ നല്ലോണം ഹീറ്റാണ്. നമുക്കിപ്പോൾ റേഡിയേറ്റർ തുറന്നിട്ട് വണ്ടിയിൽ കൂളൻ്റോ വെള്ളമോ എന്തെങ്കിലും ഫില്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടനെ സഡൻ ആയിട്ട് നമ്മൾ കൂളൻ്റോ വെള്ളം എന്തെങ്കിലും ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആക്കണ്ട, സ്റ്റാർട്ടിങ് തന്നെ ഇട്ടേക്കാം. സ്റ്റാർട്ടിങ് തന്നെ ഇട്ടിട്ട് ആദ്യമേ നമുക്ക് റേഡിയേറ്റർ ക്യാപ്പ് തുറക്കാൻ അറിയണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് തുറക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് തുറക്കുമ്പോൾ തന്നെ നല്ല ചൂടിലിരിക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ പ്രഷർ താഴത്തേക്ക് പോകും. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു നനഞ്ഞ തുണി എടുക്കുക. നനഞ്ഞ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള തുണി എടുത്തിട്ട് ബക്കറ്റിൽ മുക്കി തുണി നല്ലോണം നനച്ചെടുത്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തുറക്കുന്നതിന് മുമ്പ് കേട്ടോ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തിടുക. പറ്റുന്നുണ്ടെങ്കിൽ കപ്പിലിച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നല്ലോണം നടത്തിക്കുക. എന്നിട്ട് മൂടിയിട്ടുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ തുറക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് തുറന്നു കഴിയുമ്പോൾ തന്നെ ഷൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പ്രഷർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറേ കഴിയുമ്പോഴത്തേക്കും പ്രഷർ ഫുള്ളായിട്ടങ്ങ് പോകും. ഫുള്ളായിട്ട് പോയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് തുറക്കുക. മൂടിയിട്ടുണ്ട് തന്നെ കേട്ടോ. അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ തുറക്കുക. തുറന്നു കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റുക. അപ്പോൾ നല്ല ഹീറ്റ് ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ കപ്പിൽ വെള്ളം എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഇതിപ്പോൾ തണുത്തിരിക്കുകയാണ്. ചൂടായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. പുറത്തേക്കൊക്കെ തെറിക്കും. അപ്പോൾ ആരെങ്കിലും അടുത്തുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് വേണം ഫില്ല് ചെയ്യാൻ. ഇച്ചിരി മാറി നിന്നിട്ട് സേഫായിട്ട് ഫില്ല് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ലെവലാവും. കറക്റ്റ് ലെവലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്യാപ്പ് ഇട്ട് അടയ്ക്കുക. നമുക്ക് റേഡിയേറ്ററിൻ്റെ ടോപ്പിലല്ല ക്യാപ്പ്, പകരം റിസർവ് ടാങ്കിൻ്റെ മേലിൽ തന്നെയാണ്. ഇതിൽ ചെയ്യേണ്ടത് അതേ സെയിം സിസ്റ്റം തന്നെ. തുണിയിട്ട് മൂടിയതിന് ശേഷം അടപ്പ് തുറക്കുക. അടപ്പ് ഒരു ശകലം തുറന്നു വയ്ക്കുക. ശകലം തുറന്നു വയ്ക്കുമ്പോൾ തന്നെ ഈ ഹോസിൽ കൂടെ ഉള്ള പ്രഷർ മൊത്തം താഴത്തേക്ക് പോകും. തുണിയിട്ട് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ പ്രഷർ പോയി നല്ലോണം കുറഞ്ഞതിന് ശേഷം അടപ്പ് ഫുള്ളായിട്ട് അങ്ങ് തുറക്കുക. തുറന്നിട്ട് ഞാൻ മറ്റേതിൽ കാണിച്ചു തന്നില്ലേ, അതേമാതിരിയാണ് സെയിം സിസ്റ്റം ഈ വണ്ടിയിലും ചെയ്യാം. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വണ്ടി ഓവർ ഹീറ്റായെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സൈഡ് ഒതുക്കി പാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ഈ കാര്യം ചെയ്യാൻ. വണ്ടി ഓവർ ഹീറ്റായി നിന്ന് പോവുകയോ ഓഫായി പോവുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വണ്ടിയിൽ വേറെ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ഇതിനെക്കുറിച്ച് അറിവുള്ളവരെ വിളിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓവർ ഹീറ്റ് എന്ന് മനസ്സിലായാൽ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഒരു സ്ഥലം വരെ എത്താനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഇടുക. റേഡിയേറ്ററിൽ മാത്രം വെള്ളം ഒഴിക്കുക. റിസർവ് ടാങ്ക് ഉള്ള ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പ് തുറന്നു കഴിഞ്ഞാൽ റിസർവ് ടാങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ റേഡിയേറ്ററിലേക്ക് ചിലപ്പോൾ റേഡിയേറ്റർ ഫുള്ള് കാലിയാണെങ്കിൽ ഓടി എത്തത്തില്ല. അപ്പോൾ റേഡിയേറ്ററിൻ്റെ ഗ്യാപ്പ് തുറന്ന് റേഡിയേറ്ററിലേക്ക് കൂടുതൽ ഒഴിക്കുക. റേഡിയേറ്ററിൽ ഒഴിച്ച് കുറച്ച് ലെവൽ ആയി കഴിയുമ്പോൾ തന്നെ റേഡിയേറ്ററിൻ്റെ പുറത്തേക്ക് കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ റേഡിയേറ്റർ കിടക്കുന്ന വെള്ളം പെട്ടെന്ന് ഒന്ന് തണുക്കാൻ സഹായിക്കും. ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.